സംസാരിക്കുന്ന നാവുകളും കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണുകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവയവങ്ങളും ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ശരീരവും ഒക്കെ തന്നെ നിശബ്ദമാക്കുന്ന ഒരു രംഗം നമുക്ക് വരാനുണ്ട്. ആ ദിവസം ആ രാത്രിയോ പകലോ ആയി മരണം നമ്മളെ വാടി വിളിച്ചുകൊണ്ട് നിശബ്ദതയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടെ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഒരു രാത്രിയോ ഒരു പകലോ ആരംഭിക്കുന്നത്. അത് ദുന്യാവിലല്ല, അത് നമ്മുടെ വീട്ടിലല്ല, മറിച്ച് അത് ഖബർ എന്ന് പറയുന്ന ആഴമേറിയ കുഴിയാണെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഓർത്തു നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞില്ലേ, അലം നജ്അലിൽ അർള കിഫാതാ അഹ്യാഅ വ അംവാതാ. നാം ഈ ഭൂമിയെ പാകപ്പെടുത്തിയിരിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ആർക്ക് വേണ്ടിയാണ്? ജീവിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, അഹ്യാഅ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും, അംവാതാ മരിച്ചവർക്ക് വേണ്ടിയുമാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മുകൾ ഭാഗം സംവിധാനിച്ചപ്പോൾ അംവാതാ മരിച്ചവർക്ക് വേണ്ടിയാണ് അടിഭാഗം സംവിധാനിച്ചത്. നാം പിന്നീട് അവനെ മരിപ്പിക്കുന്നു, നാം അവനെ ഖബറിൽ താഴ്ത്തുകയും ചെയ്യുന്നു. കാരണമെന്ത്? മരിക്കാൻ മോഹിച്ചവരല്ല നമ്മൾ, മരിക്കാൻ ആഗ്രഹിച്ചവരല്ല നമ്മൾ. പക്ഷേ സമയമെത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ വന്നുകൊണ്ട് നമ്മെ നിശബ്ദമാക്കി തീർത്തു, നമ്മെ മരിപ്പിച്ചു. അങ്ങനെ ഒരു കബറിടം, ഒരു പാർപ്പിടം, ഒരു മനസ്സിൽ ഈ മണ്ണിനിടയിൽ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, പ്രിയമുള്ള മുഅ്മിനെ, പ്രിയമുള്ള മുഅ്മിനത്തെ, അല്പസമയമൊന്ന് ഖബറിലേക്ക് തിരിച്ചു പോകൂ നിങ്ങൾ. അല്പസമയമൊന്ന് ആശ്മശാന മുഖത്തിലേക്കൊന്ന് മടങ്ങിപ്പോകൂ നിങ്ങൾ. അല്പസമയം നമ്മൾ അനിശബ്ദമായി കിടക്കുന്ന മൺകൂടകൾക്കടിയിലേക്ക് ഒന്ന് തിരിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും, ചില കാര്യങ്ങൾ സമ്മതിക്കേണ്ടി വരും. ഖബർ എന്ന് പറയുന്നത് അത് കേവലം ഒരു കുഴിമാടമല്ല, അത് കേവലം ഒരു കുഴിമാടമല്ല, മറിച്ച് അത് മണ്ണിന്റെ ഒരു ഭവനമാണ്. കട്ടിലില്ലാത്ത, കിടക്കയില്ലാത്ത, ഫാനില്ലാത്ത, സൗകര്യങ്ങളില്ലാത്ത, ഒരു തുണിക്കഷ്ണം പോലും ബെഡ്ഷീറ്റായിട്ട് അടിയിൽ വിരിച്ചു തരാൻ പോലും മക്കൾ തയ്യാറാവാത്ത, അഥവാ അതുകൊണ്ട് ഗുണമില്ലാത്ത ഒരു മണ്ണിന്റെ ഭവനമാണ് ഖബർ എന്ന് ആത്മാർത്ഥതയുള്ള മുസ്ലിം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ ഒരു പകൽ നമുക്കുണ്ട്, ഒരു രാത്രി നമുക്കുണ്ട്. നമുക്കറിയാമല്ലോ, ഏകാന്തതയോടുകൂടി വസിക്കേണ്ട സ്ഥലമുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അത് ഖബർ മാത്രമാണ്. മാതാവിന്റെ ഗർഭാശയത്തിൽ ഏകാന്തമായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഓർമ്മയില്ലായിരുന്നു, നമുക്ക് അത്ര പക്വതയില്ലായിരുന്നു, പാകതയില്ലായിരുന്നു. എന്നാൽ ദുന്യാവിലേക്ക് കടന്നു വന്ന് ദുന്യാവിൽ ജീവിച്ച് ഒറ്റക്കൊരു നിമിഷം പോലും കഴിയാൻ ആഗ്രഹിക്കാതെ ഭാര്യയെ തേടിപ്പോയി, മാതാപിതാക്കളെ തേടിപ്പോയി, വീട്ടിനകത്ത് കുടുംബം ഒന്നിച്ചു കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, അതും കഴിഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്നത് ഏകമായ അവസ്ഥയിൽ, മൂകമായ അവസ്ഥയിൽ ശ്മശാനമുഖതയിലേക്കാണ്, ഖബർസ്ഥാനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാ പറഞ്ഞത് അതൊരു ഏകാന്തതയുടെ വാസസ്ഥലമാണ്. ഒറ്റപ്പെട്ട അവസ്ഥയിൽ ആരോരുമില്ലാതെ പ്രിയമുള്ളവരെ നമ്മളവിടെ കിടക്കേണ്ടി വരും. നമ്മളവിടെ കിടത്തിക്കൊണ്ട് നമ്മുടെ ആളുകൾ തിരിച്ചു പോരും. ആ സമയം ആ ഭൂഗർഭത്തിലെ ആഴമേറിയ ഗേഹത്തിൽ നമ്മൾ കഴിയുമെന്ന ഓർമ്മയുണ്ടെങ്കിൽ കരയാത്ത വിശ്വാസി ഉണ്ടാകുമോ? കരയാത്ത വിശ്വാസിനി ഉണ്ടാകുമോ? സ്നേഹമുള്ള ബാപ്പയാണെങ്കിലും, സ്നേഹനിധിയായ ഉമ്മയാണെങ്കിലും, ആഴമേറിയ സ്നേഹത്തോടുകൂടി മക്കളെ മാറോട് ചേർത്ത് വെച്ച മാതാപിതാക്കളാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, ആ മണ്ണറയിലേക്ക് നമ്മളെ താഴ്ത്തുകയാണ് ചെയ്യുന്നത്. ബാഹ്യമായ ബന്ധങ്ങളില്ല, സുഖവിവരങ്ങളില്ല. നിങ്ങൾ ഓർത്തു നോക്ക്, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കട്ടിലിൽ നമ്മളെപ്പോലെ കിടന്നുറങ്ങിയിരുന്ന, നമ്മുടെ കൂടെ ഭക്ഷണം കഴിച്ചിരുന്ന, നമ്മുടെ കൂടെ കളിച്ചിരുന്ന, ചിരിച്ചിരുന്ന, നമുക്ക് വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച നമ്മുടെ ഉപ്പ എവിടെയാണ്? നമ്മുടെ ഉമ്മ എവിടെയാണ്? അല്ലാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ. എപ്പോഴെങ്കിലും ഒരിക്കൽ ആ കബറത്തിൽ പോയിട്ടൊന്നും നിങ്ങൾ കാതോർത്തുവോ? അവർ എവിടെയുണ്ട് എന്ന്? അവർക്ക് സുഖമാണോ? അവർക്ക് ആശ്വാസമാണോ? അവർക്ക് സമാധാനമാണോ എന്ന് ചോദിക്കാൻ പ്രിയമുള്ള മുഅ്മിനെ, പ്രിയമുള്ള മുഅ്മിനത്തെ, അല്പമെങ്കിലും നിമിഷം ചിലവഴിച്ചോ? എന്തുകൊണ്ട്? പ്രയോജനമില്ല, ചോദിക്കാൻ അവസരമില്ല, സുഖവിവരങ്ങൾ ആരായാൻ സംവിധാനങ്ങളില്ല. ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ, ബാഹ്യമായ ബന്ധങ്ങളില്ലാത്ത ഒരു ലോകത്തേക്ക് നോക്കൂ. ശക്തമായ മേൽക്കൂരയാണ് മുകൾ ഭാഗത്തുള്ളത്. ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ശക്തമായ മേൽക്കൂര നമ്മുടെ ഖബറാകുന്ന വീട്ടിന് മുകളിൽ ആളുകൾ സംവിധാനിക്കുന്നില്ലേ? അവിടെ അവസാനിച്ചോ? ഇല്ല. ഒരു പക്ഷേ രണ്ട് സൈഡിലും മണ്ണിന്റെയോ കല്ലിന്റെയോ ശക്തമായ ഭിത്തികൾ. ഓർത്തു നോക്കൂ നിങ്ങൾ, വലതു ഭാഗത്ത് നമ്മൾ കാണുന്നത് ഭിത്തിയാണ്, അത് മണ്ണിന്റെ ഭിത്തിയാണ്. ചായം തേച്ചിട്ടില്ല, കുമ്മായമില്ല, സുന്ദരമായ സൗകര്യങ്ങളില്ല. ഇടതുഭാഗത്തും അങ്ങനെ
അങ്ങനെ തന്നെയാണ്, കാലിന്റെ ഭാഗത്തും അങ്ങനെ തന്നെയാണ്, തലയുടെ ഭാഗത്തും അങ്ങനെ തന്നെയാണ്, അടിയിൽ വിരിച്ച മണ്ണും അങ്ങനെ തന്നെയാണ് പ്രിയമുള്ളവര്. അപ്പോൾ അർത്ഥം എന്താണ്? കറുപ്പിന്റെ ചായം പൂശിയ പുഴുക്കൾ സമ്മേളിക്കുന്ന പാമ്പുകളും തേളുകളും ഓടിയെടുക്കുന്ന നമ്മെ തിന്നാൻ വേണ്ടി അതോർത്തു വരുന്ന ആ ഒരു ഖബറിനെ കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെയാണ് കരയാതിരിക്കാൻ?